ജിഷ്ണുവിന്റെ മരണത്തിൽ പാമ്പാടി നെഹ്റു കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ അടക്കം 3 പേർക്കെതിരെ കോളേജിന്റെ നടപടി. വൈസ് പ്രിൻസിപ്പൽ N.K. ശക്തിവേൽ, PRO സജിത് വിശ്വനാഥൻ, അധ്യാപകൻ CP പ്രവീൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ഏത് അന്വേഷണത്തോടും പൂർണ്ണമായി സഹകരിക്കുമെന്ന് നെഹ്റു ഗ്രൂപ്പ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 1ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത 7 ദിവസത്തിന് ശേഷമാണ് 3 പേർക്കെതിരെ മാനേജ്മെന്റ് നടപടിയെടുത്തത്. PROയും മുൻമന്ത്രി KP വിശ്വനാഥന്റെ മകനുമായ സഞ്ജിത്ത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ N.K. ശക്തിവേൽ, അധ്യാപകൻ CP പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി മാനേജ്മെന്റ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ജിഷ്ണു കോപ്പിയടിച്ചതിന് ശകാരിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു കോളേജ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിലും പിന്നീട് അത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്ന് അന്വേഷണങ്ങളിൽ വ്യക്തമായി. വ്യാജ ആരോപണം കെട്ടിച്ചമച്ച ജിഷ്ണുവിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് തെളിഞ്ഞതോടെയാണ് മാനേജ്മെന്റിന് നിലപാട് മാറ്റേണ്ടി വന്നത്. 3-അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആരോപണ വിധേയർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ചുമതല ഏറ്റെടുത്ത പുതിയ അന്വേഷണ സംഘം ഉദ്യോഗസ്ഥ കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ കോളേജിലും ഹോസ്റ്റലിലും തെളിവെടുപ്പ് നടത്തി. കേസിൽ ദുരൂഹതയുണർത്തുന്ന സംഭവങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടോംസ് കോളേജിലെ പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥിനി രംഗത്ത്. പരാതിയുമായി ചെല്ലുമ്പോൾ അസഭ്യവാക്കുകൾ പറഞ്ഞ് ചെയർമാൻ തന്നെ അപമാനിക്കുന്നു. വിദ്യാർത്ഥിനികളെ വീട്ടിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ലെന്നും പരസ്പരം നോക്കിയാൽ പോലും ഫൈൻ ഈടാക്കുമെന്നും പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചാൽ തീവ്രവാദിയായി മുദ്രകുത്തും. ഫീസ് നൽകാത്തതിനെ തുടർന്ന് വയനാട് സ്വദേശികളായ 3 പെൺകുട്ടികളെ ഇറക്കിവിട്ടതായും വിദ്യാർത്ഥിനി പീപ്പിൾ TVയോട് വെളിപ്പെടുത്തി. കോളേജ് ഉടമയോട് പരാതി പറയാനെത്തിയാൽ അസഭ്യം പറഞ്ഞ് അപമാനിക്കും. അവധിക്കാലത്തും വീട്ടിൽ പോകാൻ അനുവദിക്കില്ല. ഫീസ് കൊടുക്കാൻ വൈകിയാൽ ചുവന്ന തെരുവിൽ പോയി പണം സമ്പാദിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഫീസ് അടയ്ക്കാൻ വൈകിയാൽ പെൺകുട്ടികളെ രാത്രി ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിടും. ജാതിമത വിവേചനം മുതൽ ലൈംഗിക അതിക്രമങ്ങൾ വരെ അരങ്ങേറുന്ന മറ്റക്കരയിലെ ടോംസ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തലാണിത്. മിക്കതും ഞങ്ങൾ ഗേൾസിന് നേരിടുന്നത് വെച്ചാൽ സാർ 8 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സാറ് വരുള്ളൂ. സാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാഷ്വലായിട്ട് ധരിക്കുന്ന ഡ്രസ്സ് ഇട്ടായിരിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അത് നൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ടീഷർട്ട് 3/4 അങ്ങനത്തെ ഗേൾസ് ഉള്ളിൽ അപ്പം അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടായിരിക്കും നിൽക്കുന്നത്. സാർ വന്നിട്ട് നമ്മളിപ്പം നിൽക്കുന്നിടത്ത് ഇപ്പം ഞാനൊരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ സാർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. സാർ പോകുന്നത് വരെ സാറിൻ്റെ ഫേസിലേക്ക് മാത്രം. സാറ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് പോലും നോക്കാൻ നമുക്ക് പറ്റത്തില്ല. സാറിൻ്റെ ഫേസിൽ മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ഈ ചില ടീഷർട്ടിലേക്ക് ഓരോ കൊട്ടേഷൻസ് ഒക്കെ എഴുതില്ലേ ഫ്രണ്ടിൽ, അതിപ്പം വേറെ ആളെ കൊണ്ട് വായിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് പറയിപ്പിക്കുക, അത് പറഞ്ഞ് നമ്മളെ കളിയാക്കുക, എന്നിട്ട് അതിനെപ്പറ്റി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും ഒരു കുട്ടിക്ക് ഫീസ് കൊടുക്കാനില്ല, എന്നിട്ട് ആ കുട്ടിയോട് പച്ചയ്ക്ക് പറഞ്ഞാണ് നീ ബോംബെയിൽ പോവും, ഫീസ് അടയ്ക്കാൻ നിനക്ക് കാശ് കിട്ടും. ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയാണ്. വൻ തുക ഫൈൻ ഈടാക്കും. മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദിയായി ചിത്രീകരിക്കും. മാനസികമായി തകർക്കും. പഠനം നിർത്തിപ്പോകാൻ തീരുമാനിച്ചാൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. ബോയ്സിന്റെ ഭാഗത്തേക്ക് നോക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഈവൻ ഒരു പേന ഷെയർ ചെയ്യാനും സമ്മതിക്കത്തില്ല. ഒരു പേപ്പർ പറന്ന് ബോയ്സിന്റെ പേപ്പർ വന്ന് ഗേൾസിന്റെ ഭാഗത്തേക്ക് വന്നാൽ അത് ഗേൾസിന് എടുത്തു കൊടുക്കാനോ, പിന്നെ അത് 10 തവണ എംപോസിഷൻ എഴുതണം. ഞാൻ ഈ പേപ്പർ വരത്തില്ല എംപോസിഷൻ എഴുതി ടീച്ചേഴ്സിനെ കാണിച്ച് ടീച്ചേഴ്സിന് എടുത്തു തരും. അങ്ങനെ അത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്കും സാറ് പറഞ്ഞാണ് മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല എന്ന്. അതെന്താണ് ഈ മറ്റേ പരിപാടി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ മെൻസ് ഹോസ്റ്റലിൽ ഒരു കൊച്ചിനെ അവന് വന്നപ്പോഴേ മുസ്ലിമാണ് അവൻ വന്നപ്പോഴേ നിസ്കരിക്കാൻ അവന് സ്ഥലം വേണമെന്ന് പറഞ്ഞാണ് സാർ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കിടക്കുന്ന ബെഡിൻ്റെ മണ്ടിൽ തന്നെ നിസ്കരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവനത് പറ്റത്തില്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരുടെയും മുമ്പ് വെച്ചിൽ പറഞ്ഞു ഫറാസ് തീവ്രവാദിയാണ്, അവൻ മോസ്ക് പണിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് സാങ്കേതിക സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇന്നലെ തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ സർവകലാശാലയോട് ഉടനെ തന്നെ അവിടെ അന്വേഷിച്ച് പരാതി എത്ര ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി അതുപോലെ മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള നടപടി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മരുമകളുടെ ക്രൂരമർദ്ദനത്തിൽ അമ്മായിയമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റ വയോധികയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മകൾ അമ്മായിയമ്മയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് മരുമകൾക്കെതിരെ ആലപ്പുഴ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ആലപ്പുഴ ഡാണാപ്പടി സ്വദേശിയായ വൃദ്ധമാതാവാണ് മരുമകളുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. മകൻ വിദേശത്തായതിനാൽ മരുമകളുടെ പരിചരണത്തിലായിരുന്നു ഇവർ. ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള മർദ്ദനങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് ക്രൂരമായ മർദ്ദന മുറകളിലേക്ക് വഴിമാറി. വൃദ്ധയുടെ പെൺമക്കൾ പലവട്ടം ഇത് ചോദ്യം ചെയ്തെങ്കിലും മരുമകൾ ഇവരെയും അസഭ്യം പറഞ്ഞു. ഇതിനിടെ മുഖത്ത് ചൂടുവെള്ളമൊഴിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തതോടെ
പെൺമക്കൾ മാതാവിനെ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ശാരീരികമായും മാനസികമായും തകർന്ന വൃദ്ധയെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പോലും അമ്മയുടെ അവസ്ഥകൾ ഞങ്ങൾ കാണുന്നു. ഇന്നലെ അടിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ തടിയടയത്. ഇന്നലെ അമ്മ ഒരുപാട് അടിച്ചെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആഹാരമില്ലാതെ ഞാൻ ആഹാരം ചോദിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞ് കതവടയ്ക്കുന്നതൊക്കെ ഞാനെല്ലാം കണ്ടുകൊണ്ട് അമ്മ കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഒരു ഗ്ലാസ്സിന് ഇപ്പുറത്തുണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഹാരവും കൊടുക്കത്തില്ല. ഒരു ചരുവത്തിനകത്ത് ഇച്ചിരി കഞ്ഞിവരം എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, അത് രാവിലെ. പിന്നെ അമ്മയ്ക്ക് ഒന്നും കൊടുത്ത് കാണുന്നില്ല. മരുമകളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര പീഡനങ്ങൾ നാട്ടുകാരാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. വാർത്ത പുറത്തായതോടെ ഹരിപ്പാട് പോലീസ് 70-കാരിയായ വൃദ്ധയുടെ മൊഴിയെടുത്തു. മരുമകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നല്ല ഭക്ഷണം ആവശ്യപ്പെട്ട BSF ജവാനെ മാനസിക രോഗിയും വഴക്കാളിയുമായി ചിത്രീകരിച്ച BSF അധികൃതരുടെ നടപടിക്കെതിരെ ജവാന്റെ ഭാര്യ തന്നെ രംഗത്തെത്തി. മാനസിക പ്രശ്നവും വഴക്കാളിയുമാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ എന്തിന് അതിർത്തിയിൽ കാവൽ നയിച്ചു എന്ന് ഷർമിള യാദവ് ചോദിക്കുന്നു. തൻ്റെ ഭർത്താവ് നല്ല കാര്യമാണ് ചെയ്തതെന്നും മുഴുവൻ സൈനികർക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും ഷർമിള യാദവ് പറയുന്നു. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ ജോലി ചെയ്യുന്ന CRPF കോൺസ്റ്റബിൾ ജീത് സിംഗ് ആണ് സൈന്യത്തിലെ വിവേചനം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വരെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പോയി ജോലി ചെയ്യുന്നവരാണ് CRPF ജവാന്മാർ. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമുള്ള കൊടുങ്കാടുകളിലും CRPF ജവാന്മാർ ജോലി ചെയ്യുന്നു. സുരക്ഷാ ചുമതല വേറെയും. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും സൈനികർക്ക് ലഭിക്കുന്ന ശമ്പളം, പെൻഷൻ, അവധി, ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും അർദ്ധസൈനികർക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. BSFൽ മോശം ഭക്ഷണമാണെന്ന് ചൂണ്ടിക്കാട്ടിയ തേജ് ബഹദൂറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന BSF വിശദീകരണത്തിനെതിരെ ഭാര്യ രംഗത്തെത്തി. മാനസിക അസ്വാസ്ഥ്യം ഉള്ളയാളാണെങ്കിൽ എന്തിനാണ് തന്റെ ഭർത്താവിനെ അതിർത്തിയിലേക്ക് ജോലി ചെയ്യാൻ പറഞ്ഞയച്ചതെന്നാണ് ഭാര്യ ഷർമിള യാദവ് ചോദിക്കുന്നത്. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മേലുദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നതായുള്ള തേജ് ബഹദൂറിന്റെ ശബ്ദത്തിലുള്ള ഓഡിയോ ക്ലിപ്പും ഭാര്യ പുറത്തുവിട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് ചെലവുമായി ബന്ധപ്പെട്ട കൃത്രിമങ്ങൾ തടയാൻ ആദായ നികുതി വകുപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. പൊതുജനങ്ങൾക്ക് ഇലക്ഷൻ ഐ എന്ന ആപ്ലിക്കേഷൻ വഴി പരാതി അറിയിക്കാം. രാജ്യത്ത് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കാനുള്ള ആപ്ലിക്കേഷൻ പരീക്ഷണം. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തിരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച വ്യാപക പരാതികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും ലഭിക്കാറുള്ളത്. 5 സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചിലവുകൾ കർശനമായി നിരീക്ഷിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ ഇറക്കി പൊതുജന പങ്കാളിത്തത്തോടെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ദൂർത്ത് പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പ് തയ്യാറെടുക്കുന്നത്. ആദായ നികുതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രോഹിത് മെഹ്റയുടേതാണ് ആപ്ലിക്കേഷന് പിന്നിലെ തലച്ചോറ്. ഇലക്ഷൻ ഐ എന്നു പേരുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ ചിത്രമോ ദൃശ്യങ്ങളോ പകർത്തി ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യണം. ഒട്ടും വൈകാതെ തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പറന്നെത്തും. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, നോഡൽ ഓഫീസർമാർ തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ്. സ്ഥാനാർത്ഥികളുടെ അധിക ചിലവ് കയ്യോടെ പിടികൂടാൻ ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ മൊബൈൽ വിപണിയിൽ വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുക മാത്രമല്ല, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ശരിയായി പരിഗണിക്കുക കൂടി ചെയ്യുന്ന കമ്പനിയാണ് ലെനോവോ. അതിന് തെളിവാണ് ലെനോവോ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കിയ പുതിയ സ്മാർട്ട് ഫോൺ മോഡലായ ലെനോവോ P2. കഴിഞ്ഞ ദിവസമാണ് ഫോൺ ഇന്ത്യൻ വിപണിയിലെത്തിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോയിൽ അവതരിപ്പിച്ച ലെനോവോ P2 കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ വിപണിയിലെത്തിയത്. 2 GHz സ്നാപ്ഡ്രാഗൺ 625 ഒക്ടാകോർ പ്രൊസസർ ഫോണിന് കരുത്തേകും. 3GB, 4GB എന്നീ 2 RAM വേരിയന്റുകളിൽ P2 ലഭ്യമാണ്. 15 മിനിറ്റ് നേരം ചാർജ് ചെയ്താൽ 10 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ കഴിയുന്ന ബാറ്ററിയാണ് ഫോണിന്റെ പ്രധാന ആകർഷണം. 5100 mAh ശേഷിയുള്ള ഈ ബാറ്ററി അതിവേഗ ചാർജിംഗ് ഫോണുകൾക്കിടയിലെ താരമായി മാറും. ഒരൊറ്റ ചാർജിംഗിൽ 3 ദിവസം ബാറ്ററി ലൈഫ് ലഭിക്കുന്ന ഫോണാണിത്. 18 മണിക്കൂർ സമയം വരെ തുടർച്ചയായി വീഡിയോ പ്ലേബാക്ക് വാഗ്ദാനം ചെയ്യുന്ന ഫോണിനെ പവർ ബാങ്കായി ഉപയോഗിക്കാനും കഴിയും. മെറ്റൽ യൂണിബോഡി രൂപകൽപ്പനയോടെ എത്തുന്ന ഇരട്ട സിം ഫോണിൽ നാനോ സിമ്മുകളാണ് ഉപയോഗിക്കാൻ കഴിയുക.
ഹോം ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ പിടിപ്പിച്ചെത്തുന്ന ഫോണിൽ 32 GB ഇന്റേണൽ സ്റ്റോറേജ് ആണുള്ളത്. മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് ഇത് 128 GB വരെ ഉയർത്താം. 4G കണക്ടിവിറ്റിയുള്ള ഫോണിന് 13 മെഗാപിക്സൽ പിൻ ക്യാമറയും 5 മെഗാപിക്സൽ സെൽഫി ഷൂട്ടറുമാണുള്ളത്. ഒരേ സമയം 2 അക്കൗണ്ടുകൾ ഉപയോഗിക്കാവുന്ന ഡ്യുവൽ ആപ്പുകൾ വാഗ്ദാനം ചെയ്യുന്ന ഫോൺ ആൻഡ്രോയിഡ് 6.0 മാഷ്മലോ OS-ലാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ ഫോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാരക്കൂടുതലാണെന്നതും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഫോണിനുള്ളത് എന്നതും പോരായ്മകളായി പറയാം. ഷാമ്പെയിൻ ഗോൾഡ്, ഗ്രാഫൈറ്റ് ഗ്രേ എന്നീ 2 നിറങ്ങളിൽ ഫോൺ ലഭ്യമാകും. 3GB റാം വേരിയന്റിന് 16,999 രൂപയും 4GB റാം വേരിയന്റിന് 17,999 രൂപയുമാണ് വില. ന്യൂസ് ഡെസ്ക്. മനുഷ്യത്വം എന്ന വാക്കിന് എതിരുള്ളതായ വാക്കായി നാം ഉപയോഗിക്കുക പലപ്പോഴും മൃഗീയം എന്നതാണ്. പക്ഷേ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കുരങ്ങന്മാരുടെ പെരുമാറ്റം ഒപ്പിയെടുക്കുന്നതിനായി തയ്യാറാക്കിയ ഡമ്മി കുരങ്ങ് അബദ്ധത്തിൽ താഴെ വീണപ്പോൾ ജീവൻ നഷ്ടമായെന്നോർത്ത് വിഷമിക്കുന്ന ഒരു കുരങ്ങൻ്റെ കൂട്ടത്തോടെയുള്ള വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ്. BBC ആണ് മൃഗങ്ങൾ മനുഷ്യരെക്കാൾ ദയവുള്ളവരാണെന്ന് തെളിയിക്കുന്ന ഈ വീഡിയോ പുറത്തുവിട്ടത്. കുരങ്ങന്മാരുടെ ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശത്ത് മരക്കൊമ്പിലാണ് കുരങ്ങന്മാരുടെ പെരുമാറ്റം ഒപ്പിയെടുക്കുന്നതിനായി ഡമ്മി കുരങ്ങരെ സ്ഥാപിച്ചത്. അവിടെ എത്തിയ കുരങ്ങന്മാരുടെ സംഘം ഇത് യഥാർത്ഥ കുരങ്ങാണെന്ന് തെറ്റിദ്ധരിച്ച് തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ തുടങ്ങി. ഇതിനിടയിൽ മുതിർന്ന ഒരു കുരങ്ങന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പാവക്കുരങ്ങ് വഴുതി നിലത്തു വീണു. പിന്നാലെ ചാടിയെത്തിയ കുരങ്ങുകൾ ഡമ്മിക്കുരങ്ങിനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. എന്നിട്ടും പാവ പ്രതികരിക്കാതെ വന്നപ്പോൾ ജീവനുണ്ടോ എന്ന് പരിശോധിച്ചു. ശ്വാസമില്ലെന്ന് മനസ്സിലായതോടെ കുരങ്ങുകൾ പരിഭ്രാന്തരാകുന്നതും വ്യക്തമാണ്. ഇതോടെ ഇവർ പരസ്പരം ആശ്ലേഷിച്ചും മറ്റും ദുഃഖം പങ്കുവയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. സ്പൈ ഇൻ ദി വൈൽഡ് സീരീസിനു വേണ്ടിയാണ് BBC ഇത്തരം റോബോട്ട് മൃഗങ്ങളെ തയ്യാറാക്കിയിരിക്കുന്നത്. മൃഗങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതിന് ക്യാമറ ഫിറ്റ് ചെയ്താണ് റോബോട്ടുകളെ തയ്യാറാക്കിയിരിക്കുന്നത്. യഥാർത്ഥ മൃഗങ്ങളോട് കിടപിടിക്കുന്നതാണ് ഈ റോബോട്ട് മൃഗങ്ങൾ എന്നതാണ് കൗതുകം. കുരങ്ങുകൾക്ക് പുറമെ ഉറാങ്ങുട്ടാൻ, മുതല, ഒട്ടകപ്പക്ഷി തുടങ്ങി 30ഓളം പക്ഷിമൃഗാദികളുടെ റോബോട്ടുകളെയാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ലോകമെമ്പാടും വളർത്തുന്ന മനോഹരവും പ്രസിദ്ധി ആർജിച്ചതുമായ ഒരു പുഷ്പ സസ്യമാണ് ഡാലിയ. ചെടിച്ചട്ടികളിലും തറയിലും ഒരുപോലെ അനായാസമായി വളർത്താനാവുന്ന സസ്യം കൂടിയാണിത്. വ്യാവസായിക അടിസ്ഥാനത്തിലും ഡാലിയ കൃഷി ചെയ്യാമത്രേ. കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഡാലിയ ചെടികളെ 7 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. വിത്തുപയോഗിച്ച് തൈ ഉണ്ടാക്കുകയാണ് ഏറ്റവും എളുപ്പം. പൊക്കം കുറഞ്ഞ പെട്ടികളിലോ വിത്തുചട്ടികളിലോ മണ്ണ് നിറച്ച് അതിൽ നേർമയിൽ വിത്ത് പാകാം. അതിനു മുകളിലായി ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില വിതറി നനച്ചു കൊടുക്കണം. 3-4 ആഴ്ചയ്ക്കുള്ളിൽ വിത്ത് കിളിച്ചു വരും. കിഴങ്ങുപയോഗിച്ച് വളർത്തുന്ന ഡാലിയയ്ക്കാണ് കൂടുതൽ കൊഴുപ്പും ആരോഗ്യവും ഉണ്ടാവുക. കിഴങ്ങു മാത്രം മുറിച്ചെടുത്ത് നടാൻ പാടില്ല. കിഴങ്ങ് തണ്ടോടുകൂടി മുറിച്ചെടുത്ത് വേണം നടാൻ. വളർന്നു വരുന്ന ചെടിയുടെ തണ്ടുകൾ മുറിച്ചു നട്ട് അവയും വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. വലിയ ചൂടും മഴയുമില്ലാത്ത കാലമാണ് ഡാലിയ വളർത്താൻ അനുയോജ്യം. സമശീതോഷ്ണ മേഖലയിൽ എപ്പോഴും ഡാലിയ വളർത്താൻ കഴിയും. കേരളത്തിൽ സെപ്റ്റംബർ-ഒക്ടോബർ മാസങ്ങളിൽ ഡാലിയ തൈകൾ നട്ടാൽ മഞ്ഞുകാലത്ത് നല്ല വലിപ്പമുള്ള ധാരാളം പൂക്കൾ ലഭിക്കും. വളക്കൂറും നല്ല അയവുമുള്ള ഏതു മണ്ണിലും ഡാലിയ വളരും. വെറും ചൊരിമണലിൽ പോലും ധാരാളം ജൈവവളങ്ങൾ ചേർത്ത് നടുന്ന പക്ഷം ഡാലിയ നന്നായി വളരുന്നതാണ്. ഡാലിയ തണുപ്പും വെള്ളക്കെട്ടും ഇഷ്ടപ്പെടുന്നില്ല. തൈകൾ നടുന്നത് 100 സെന്റിമീറ്റർ അകലത്തിൽ വേണം. ഡാലിയയിൽ തന്നെ പൊക്കം കുറഞ്ഞ ഇനവുമുണ്ട്. അവയ്ക്ക് 60 സെന്റിമീറ്റർ അകലം നൽകിയാൽ മതി. 30 സെന്റിമീറ്റർ വലിപ്പമുള്ള ചട്ടികളിലും അതുപോലുള്ള പെട്ടികളിലും മണ്ണും വളവും നിറച്ച് ഡാലിയ വളർത്താൻ കഴിയും. പ്രധാന തണ്ടിന്റെ അറ്റം മുറിച്ചു കൊടുത്താൽ ധാരാളം ചെറു ശിഖിരങ്ങൾ വശങ്ങളിൽ നിന്ന് കിളിർത്തു പോകും. ചെടി ധാരാളം പുഷ്പിക്കാൻ ഇതും സഹായിക്കും. ന്യൂസ് ഡെസ്ക്.
ഭൂമിയുടെ കാമ്പിലെ മൂലകങ്ങളെക്കുറിച്ച് പുതിയ കണ്ടുപിടുത്തവുമായി ജാപ്പനീസ് ശാസ്ത്രജ്ഞർ രംഗത്ത്. ഇരുമ്പും നിക്കലും അടങ്ങിയതാണ് ഭൂമിയുടെ കാമ്പെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിൽ 5% സിലിക്കൺ ആണെന്നാണ് പുതിയ കണ്ടുപിടുത്തം. ഇരുമ്പും നിക്കലും അടങ്ങിയതാണ് ഭൂമിയുടെ ഉൾക്കാമ്പെന്നായിരുന്നു ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത്. ഇതിൽ 85% ഇരുമ്പും 10% നിക്കലുമെന്നായിരുന്നു കണക്ക്. ശേഷിക്കുന്ന 5%-ത്തെക്കുറിച്ചുള്ള ഗവേഷണമാണ് പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുന്നത്. ഇത് സിലിക്കണാണെന്ന് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ടൊഹോക്കു സർവകലാശാലയിലെ എജി ഒഹുതാനിയാണ് കണ്ടെത്തലിനു പിന്നിൽ. ഗവേഷണശാലയിൽ ഭൂമിയുടെ കാമ്പിലെ അവസ്ഥ കൃത്രിമമായി സൃഷ്ടിച്ചായിരുന്നു പരീക്ഷണം. ഇരുമ്പിനും നിക്കലിനുമൊപ്പം സിലിക്കൺ ചേർത്തതോടെ ഭൂമിയുടെ കാമ്പിന്റെ സ്വഭാവം കിട്ടിയെന്നാണ് ഗവേഷകർ പറയുന്നത്. ഭൂമിക്കുള്ളിൽ 1200 കിലോമീറ്റർ ചുറ്റളവിലാണ് കാമ്പുള്ളത്. പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന 8ാമത്തെ മൂലകമാണ് സിലിക്കൺ. സ്വതന്ത്ര രൂപത്തിൽ വളരെ അപൂർവമായേ പ്രകൃതിയിൽ കാണപ്പെടുന്നുള്ളൂ. സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കേറ്റ് തുടങ്ങിയ സംയുക്തങ്ങളുടെ രൂപങ്ങളിൽ ഗ്രഹങ്ങളിൽ കാണപ്പെടും. സിലിക്ക, സിലിക്കേറ്റുകൾ എന്നീ രൂപത്തിൽ സ്ഫടികം, സിമന്റ്, സെറാമിക്സ് എന്നിവയിലെയും പ്രധാന ഘടകമാണ് സിലിക്കൺ. ന്യൂസ് ഡെസ്ക്.